ജന്മാദ്യസ്ഥേതോന്യയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാശേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ സൃഷ്ടിയാണ് വർണ്ണിക്കുന്നത്. ഇതിൽ 42-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സാവിത്രം പ്രാജാപത്യഞ്ച ബ്രാഹ്മഞ്ചാത് ബൃഹത്തത വാർത്താ സഞ്ചയശാലീന ശിലോഞ്ച ഇതിവൈ ഗൃഹേ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ലാതെ ഈ ലോകത്തിലൊന്നുമില്ല. അപ്പോൾ ചില സൽക്കർമ്മങ്ങൾ, ദേവസൃഷ്ടി, മാനവസൃഷ്ടി, സസ്യജാലങ്ങളുടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചില സൽക്കർമ്മങ്ങൾ ലോകത്തിൽ വേണം. അതും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണെന്നാണ്. ബ്രഹ്മാവിൻ്റെ സങ്കല്പവും സൃഷ്ടിയില്ലാണ്ട് നല്ലതോ ചീത്തയായിട്ടോ ഒന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല. അപ്പോൾ സാവിത്രം പ്രാജാപത്യം, സാവിത്രം സൂര്യോപാസനയാണ്. സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. പ്രാജാപത്യം പ്രജാപതിയെ പ്രസാദിപ്പിക്കുന്ന, പ്രജാപതി ബ്രഹ്മാവ്, വ്രതം, അതിനാണ് പ്രാജാപത്യം. ബ്രഹ്മത്തെ സ്വാധീനപ്പെടുത്തുന്നതായ വ്രതം എന്തുമാവാം. ബ്രാഹ്മം എന്ന് പറഞ്ഞാൽ വേദപഠനോ യാഗാദി കർമ്മങ്ങളൊക്കെ എന്ത് ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് പൊതുവേ ബ്രാഹ്മം. ചാത ബൃഹത്തത, അധികം വലുതായിട്ടുള്ള കുറേ വ്രതങ്ങൾ, അതാണ് ബൃഹത് വ്രതം. ഗൃഹേ, ഗൃഹസ്ഥാശ്രമത്തിൽ നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള മാർഗം അതെന്തൊക്കെയാ വെച്ചാൽ വാർത്താ സഞ്ചയം ശാലീനം ശിലോഞ്ചം എന്നീ 4 വൃത്തികൾ. അതെന്തൊക്കെയാ വെച്ചാൽ കൃഷി, ഗോരക്ഷ, വാണിജ്യം, കുസീതം. കൃഷി ചെയ്ത് ജീവിക്കണവർ, ഗോരക്ഷ ചെയ്തിട്ട് പശുവിനെ കറന്ന് പാല് വിറ്റ് ജീവിക്കണവർ, വാണിജ്യം കച്ചവടം ചെയ്ത് ജീവിക്കണവർ, കുസീതം 4-മത്തെ പണം കടം കൊടുക്കുക എന്നൊക്കെയാണ് അതിൽ വരിക. അങ്ങനെയും ചിലർ ജീവിക്കേണ്ടത്, ധാരാളം പൈസ സമ്പാദിക്കും, കുറച്ച് കാശുണ്ടായാൽ മതി, കൊടുത്ത് പലിശയ്ക്ക്, അങ്ങനെ. അതിനാണ് എന്താ പറയുക, കുസീതം. ഇങ്ങനെയുള്ള പല വൃത്തികളും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അതുപോലെ ജനങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ള മാർഗങ്ങളായിട്ടും തീർന്നു എന്ന് പറഞ്ഞു. വൈഖാനസ ബാലകില്യോദുംബര ഭേനഭാവനെ ന്യാസേ കുടീചക പൂർവം ബഹ്വോദോ ഹംസ നിഷ്ക്രിയവും. ഇനി സന്യാസാശ്രമം ആരാ സൃഷ്ടിച്ച്? ആദ്യം ബ്രഹ്മാവ് തന്നെയാണ്. പ്രവൃത്തി പഥത്തിൽ സഞ്ചരിക്കുന്നവർ ഒരു ഭാഗത്ത്, പ്രവൃത്തിയൊന്നും വേണ്ട നിഷ്ക്രിയരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ വേറെ ചിലർ. അത് നമ്മുടെ മതം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നിഷ്ക്രിയാനൂർധരേതസ, അത് നമ്മൾ വിചാരിക്കണ പോലത്തെ നിഷ്ക്രിയത്വം, മടി, അലസത അതല്ല. ഇതിലൊക്കൊരു തോന്നലുണ്ട്, ഈ ആശ്രമം കിട്ടുക, സന്യാസം സ്വീകരിച്ചിരിക്കുക, മറ്റുള്ളവരുടെ കാശ് കൊണ്ട് ജീവിക്കുക, അധ്വാനിച്ച് ജീവിക്കണ ഗൃഹസ്ഥനല്ലേ എപ്പോഴും അതിനൊക്കെ ശ്രേഷ്ഠം. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ശരിയാണ്. പക്ഷെ സന്യാസ ആശ്രമം എന്ന ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷ് പറഞ്ഞു എന്നേ ഉള്ളൂ, ആ ഒരു പ്രസ്ഥാനത്തിനെ മുഴുവൻ അങ്ങനെ കാണുന്നത് ശരിയല്ല. അങ്ങനെ കാണുന്നത് നമ്മൾ സെയിം സൈഡിന് ഗോളടിക്കുകയാണ്. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസത്തിന് പുറത്തുനിന്നവരെ നമ്മൾ തന്നെ തള്ളി പറയുക എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെയിം സൈഡ് ഗോളടിക്കുക എന്ന് പറയില്ലേ? അത് ചെയ്യരുത്. അങ്ങനെയല്ലേ? ഇനിയും കുറേ പരമഹംസന്മാർ, രാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദനോ അങ്ങനെയുള്ളവരോ, അങ്ങനത്തെ രമണ മഹർഷി, ഇവരൊക്കെ മടിയന്മാരും ഒന്നിനും കൊള്ളാത്തവരുമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം അവർക്ക് ആശ്രമം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ നല്ല പണിയുണ്ട്. അപ്പോൾ അവർ പ്രവൃത്തി പദത്തിൽ തന്നെയാണ്. നമ്മുടെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമം അല്ലാന്നേ ഉള്ളൂ.
ഇനി അതിൽ നിന്നും വിട്ടിട്ടുള്ളവരുണ്ട്. ആശ്രമേ വേണ്ട, കാട് മതി, ശിഷ്യന്മാരും വേണ്ട, ആരും വേണ്ട, അതും നിഷ്ക്രിയന്മാരാണ്. പക്ഷെ അതും കേവലം നമ്മൾ ഉദ്ദേശിക്കുന്ന നിഷ്ക്രിയൊന്നുമല്ല. എന്താ കാരണം, അങ്ങനെ പറയാൻ എന്താ കാരണം എന്നാണെങ്കിൽ, നിഷ്ക്രിയരായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒറ്റ ചോദ്യം. ഇപ്പം പണ്ട് ചിലർ ചോദിച്ചാൽ അവിടേക്ക് ലേശമൊന്നും ഇങ്ങനെ പറയേണ്ടതുണ്ട്, അങ്ങനെയാണ് പറഞ്ഞു പോയതുകൊണ്ട് ഒന്നും ആവില്ല. അതിനൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തണം, ചോദിച്ചവരോട് പറയണം, അതിനൊക്കെ നമ്മൾ അറിയണമല്ലോ, പ്രാപ്തരാവണം. നിഷ്ക്രിയാൻ ബഹ്വതോ ഹംസ നിഷ്ക്രിയവും. എന്ത് ചെയ്യും നിഷ്ക്രിയത? അറിയണ്ടേ, പറഞ്ഞറിയണ്ടേ. ഇപ്പം കുചേലൻ ഒരു കാര്യവും ചെയ്യാണ്ട് ഈശ്വരനെ പഠിച്ചിരുന്നു. ഇത് നിരുത്തരവാദപരല്ലേ? എന്താ അപ്പം അങ്ങനെ ഒരു ഭക്തനെ പറ്റി ഇത്ര പറയാനുള്ളത്? പാട്ടിലും കൂടി കൊണ്ടുപോയിട്ട് പറഞ്ഞു, പതിവ്രതയാം ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനാണെങ്കിലും ഗതിയും ഉണ്ടാകുമോ? ഇതാര് പറഞ്ഞത്? ഇത് പാട്ടിൽ വരി എഴുതി ചേർത്തതാ. ഭാഗവത്തിൽ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ പറയണേ ഇല്ല. പക്ഷെ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം ഇരുന്ന രീതിയിൽ ഇരിക്കാൻ ഒരു ദിവസം, ഒരു മിനിറ്റ്, ഒരു മണിക്കൂറോ നമുക്ക് പറ്റുമോ ആണ് ചോദ്യം. ഒരു ചിന്ത പോലും ഇല്ലാണ്ട് ഈശ്വരനെ മാത്രം ചിന്തിച്ച് ഒരു മണിക്കൂർ ഈ ഇരിക്കാൻ സാധിച്ചാൽ അയാൾ യോഗിയുടെ പദത്തിലേക്ക് എത്താറായി എന്നർത്ഥമാണ്. അഥവാ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, അയാളെ നമസ്കരിക്കാറായി എന്നർത്ഥമാണ്. അല്ലെങ്കിൽ സാധിക്കില്ല. നിങ്ങൾ വിചാരിച്ചോളൂ പോലെ അല്ല, സാധിക്കില്ല. നമുക്ക് ആർക്കും അതിന്, ഞാനിടയ്ക്ക് ഒരു മണിക്കൂർ ഇപ്പോൾ വേറൊരു ചിന്തയും അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ചിന്ത വരും. നാമം ചെല്ലുമ്പോൾ ഒരാൾ കോളിംഗ് ബെല്ല് അടിച്ചാൽ മതി, ആരായിരിക്കും അത്? ഒരു കോൾ അവിടെ വന്നാൽ മതി, ആരായിരിക്കും അത്? എന്തൊക്കെ ചിന്തകളാണത്. അപ്പോൾ അത് നിഷ്ക്രിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിഷ്ക്രിയത്വമല്ല. സദാ ഈശ്വരനിൽ മനസ്സ് നിർത്തുക എന്ന ഒരു പ്രധാന ക്രിയ അവിടെയുണ്ട്. ബാക്കിയൊന്നും ഇല്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അവർ ചെയ്യുന്നുണ്ട്. ആ ക്രിയ കൊണ്ട് ബാക്കിയുള്ള നിഷ്ക്രിയത്വം ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും. അവിടെയാണ് ഇതിൻ്റെ ഉത്തരം. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ ഈശ്വരനെ മനസ്സിൽ കണ്ട് ക്രിയ ഉപേക്ഷിക്കുക, വെറുതെ ഉപേക്ഷിക്കുകയല്ല എന്ന് പറഞ്ഞാൽ അത് അലസതയോ ഒന്നും അല്ല. അപ്പം അങ്ങനത്തെ നിഷ്ക്രിയവും ഹംസനിഷ്ക്രിയവും അവിടെ അദ്ദേഹം വളരെ കാര്യങ്ങൾ ഈ പ്രവൃത്തിയിൽ കൂടി പ്രാർത്ഥനയിൽ കൂടി ചെയ്യുന്നുണ്ട്. അനവധി ആളുകൾക്ക് മാർഗദർശനം കൊടുക്കുന്നുണ്ട്. രാമകൃഷ്ണരുടെ പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് എത്ര ആൾ ജീവിക്കണു? അദ്ദേഹം വല്ലതും ചെയ്തിട്ടുണ്ടോ? ശരിക്കും പറയാച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തൊക്കെ വിവേകാനന്ദനാണ് ശിഷ്യൻ. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല? ആ ചെയ്യാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. നല്ലൊരു ശിഷ്യനെ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സർവ്വ ആശയങ്ങളും ലോകം മുഴുവൻ ഈ വിവേകാനന്ദൻ എത്തിച്ചു, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ചെയ്യിക്കണ പോലെയാണ്. സ്വയം കർമ്മം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആ സങ്കല്പം കൊണ്ട് അനവധി ആളുകളെ പ്രവൃത്തി പഥത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യണുണ്ട്. അത് അങ്ങനൊരു രീതിയല്ല. ഇപ്പം ന്യാസേ കുടീചക പൂർവം, ഇതൊക്കെ സന്യാസത്തിൻ്റെ ഓരോ തരങ്ങളാണ്. ബഹ്വോദൻ ഹംസനിഷ്ക്രിയവും, ഹംസന്മാർ നിഷ്ക്രിയന്മാരാണ്. കുടീചകൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ പ്രധാനമായിട്ട് കണക്കാക്കുന്നവർ, ജ്ഞാനത്തിൽ നിഷ്ഠയുള്ളവർ ഹംസൻ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പരമഹംസൻ. അങ്ങനെയുള്ള സന്യാസാശ്രമങ്ങൾ ലോകത്തിൽ ഉണ്ടാവട്ടെ. അപ്പോൾ അത് വേണ്ടാത്തതല്ല. വേണ്ടാത്തത് അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിക്കില്ലല്ലോ. അങ്ങനെയും സന്യാസാശ്രമങ്ങൾ പലതും സൃഷ്ടിച്ചു. ഒരു സന്യാസം എന്ന് ഒന്നല്ല ഇവിടെ. ന്യാസൻ, കുടീചകൻ, ബഹ്വോദോ, ഹംസനിഷ്ക്രിയോ. അനീക്ഷികി ത്രയീ വാർത്ത ദണ്ഡനീതിത്തദേവച ഏവം വ്യാഹൃതച്ചായൻ വ്യാഹൃതയശ്ചാസൻ പ്രണവോപ്യസ് ഹൃദ്ഗത.
പൂർവാദിമുഖങ്ങളിൽ നിന്നു തന്നെ ഏവം ഇപ്രകാരം വ്യാഹൃതികളും ഉണ്ടായി. ഗായത്രി ജപിക്കുമ്പോൾ വ്യാഹൃതി ചേർത്ത് ജപിക്കുക. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് ഗായത്രി മന്ത്രം ഭുവർ ഓം ഭൂർ ഭുവ സ്വ ഈ ഓരോ അക്ഷരവും വേറെ എടുത്ത് ചെല്ലുന്നതിനെ വ്യാഹൃതി എന്ന് പറയും. അപ്പോൾ അതും ഉണ്ടായി. ഗായത്രിയും ഗായത്രിയുടെ വ്യാഹൃതികളും ബ്രഹ്മാവിൻ്റെ സൃഷ്ടി തന്നെയാണ്. അസ്യോഷ്ടികാസി ലോമഭ്യോ ഗായത്രി ച ത്വജോ വിഭോ തൃട്ടുപാംസാർസ്നുതോ അനുഷ്ടുപ്പ് ജഗത്തി അസ്ന പ്രജാപതേ. ഗായത്രി മന്ത്രങ്ങളുടെ വേറെ ചില ഭാഗങ്ങൾ വിഭോ പ്രജാപതേഹേ ബ്രഹ്മാവിൻ്റെ ലോമഭ്യ രോമങ്ങളിൽ നിന്ന് ഉഷ്ണിക്ക് ഉണ്ടായി. ഉഷ്ണികാസീത് ഉഷ്ണിക അനുഷ്ടുപ്പ് ഗായത്രി എന്ന് പറഞ്ഞ ഛന്ദസ് ഇതൊക്കെ ഓരോ വൃത്തങ്ങളാണ്. ഉഷ്ണിക്കിൽ 28 അക്ഷരം ഉണ്ടാവുന്നതാണ് ഉണ്ടായി എന്നർത്ഥം. ഗായത്രി 24 അക്ഷരമാണ്. എണ്ണി നോക്കി അറിയാം. അതിൻ്റെ വ്യാഖ്യാനമാണ് 24,000 ശ്ലോകമുള്ള വാൽമീകി രാമായണം. 24 ഓരോ 1000 ശ്ലോകവും ഓരോ ഗായത്രിയുടെ അക്ഷരം കൊണ്ട് അത്രേ തുടങ്ങണം. ഓരോ 1000 ശ്ലോകങ്ങൾ വാൽമീകി രാമായണം. അപ്പോൾ ഗായത്രിയുടെ വ്യാഖ്യാനമാണ് വാൽമീകി രാമായണം എന്ന് പറഞ്ഞാൽ 24 അക്ഷരം. പിന്നെ തൃഷ്ടുപ്പ് ഒരുതരം മീറ്റർ എന്ന് പറയാം, വൃത്തോ ചെല്ലണ ആ രീതിയാണ് തൃഷ്ടുപ്പ്. തൃഷ്ടുപ്പിന് 44 അക്ഷരമാണെന്നാണ്. പിന്നെയോ ബ്രഹ്മാവിൻ്റെ ശരീര സാരാംശത്തിൽ നിന്ന് അനുഷ്ടുപ്പ് ഉണ്ടായി. 32 അക്ഷരം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 4 വരിയിൽ 8 അക്ഷരം ഉണ്ടാവും. അപ്പോൾ 4 32 ഒരു ശ്ലോകം. ഏറ്റവും ചെറുത് കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ഇപ്രകാരമുള്ള ഏറ്റവും ചെറിയ ശ്ലോകങ്ങൾ അനുഷ്ടുപ്പ് വൃത്തം. അതിനാണ് അനുഷ്ടുപ്പ് എന്ന് പറയുക. ഗീതയിലൊക്കെ ധാരാളം അനുഷ്ടുപ്പ് വൃത്ത. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ഇതൊക്കെ അനുഷ്ടുപ്പാണ്. എന്താ കാരണം വെച്ചാൽ 8 അക്ഷരം ഒരു വരിയിൽ ഇൻറ്റു 4 32 അക്ഷരം. അങ്ങനത്തെ 18,000 ശ്ലോകമാണ് ഭാഗവതത്തിലുള്ളത്. അപ്പോൾ ശ്ലോകസംഖ്യ നോക്കിയിട്ടല്ല 18,000 നിശ്ചയം ചെയ്യണം. നമ്മൾ നമ്പർ നോക്കിയാൽ 14,000 ശ്ലോകേ കാണൂ. 14,000 ചില്ലാനും ശ്ലോകേ ഉള്ളൂ ഭാഗവതത്തിൽ. പിന്നെ എങ്ങനെ 18,000 ആവുക? ചില ശ്ലോകങ്ങൾ 8 അക്ഷരത്തിൽ കൂടുതലുണ്ട്. ആ 8 അക്ഷരം കഴിഞ്ഞാൽ അടുത്ത ശ്ലോകമായിട്ട് കൂട്ടും. പിന്നെ ഉവാച 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 അതൊക്കെ ഓരോ ശ്ലോകമായിട്ട് കൂട്ടും. അങ്ങനെയാണ് 18,000 എന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടു. നമ്മുടെ അഭിപ്രായം അല്ലാതെ 8 അക്ഷരം കൂടുമ്പോൾ ഒരു ശ്ലോകം. 8 കൂടുതലുണ്ടാവും. പല ശ്ലോകത്തിൽ 8 അക്ഷരമല്ലേ ഉള്ളൂ. അങ്ങനെ കൂട്ടിയാൽ 18,000 ഗ്രന്ഥസംഖ്യ കിട്ടുന്നതാണ് പറയുന്നത്. എന്തായാലും അനുഷ്ടുപ്പ് 32 അക്ഷരവും അസ്ഥിയിൽ നിന്ന് ജഗതി 48 അക്ഷരമുള്ള ഛന്ദസ്സുണ്ട്. ഓരോ അവയവങ്ങളിൽ നിന്ന് ഓരോ ഛന്ദസ്. ലോമഭ്യ രോമങ്ങളിൽ നിന്ന് ഉഷ്ണിക്ക് 28 അക്ഷരം. പിന്നെയോ ത്വക്കിൽ നിന്ന് ഗായത്രി. രോമം ത്വക്കും വേറെയാണല്ലോ. രോമം ത്വക്ക് ഒന്നല്ല. ത്വക്കിൽ നിന്ന് 24 അക്ഷരമുള്ള ഗായത്രി. മാംസത്തിൽ നിന്ന് തൃഷ്ടുപ്പ് 44 അക്ഷരം. മാംസത്തിൽ നിന്നാണ് ഉണ്ടായത്. അനുഷ്ടുപ്പാവട്ടെ അസ്ഥിയിൽ നിന്നും ഉണ്ടായി. തസ്യോ ഉഷ്ണികാസീത്. തസ്യ പ്ലസ് ഉഷ്ണിക് തസ്യോ ഉഷ്ണിക. ഉഷ്ണിക് പ്ലസ് ആസീത് ആകുമ്പോൾ ഉഷ്ണികാസീത്. മനസ്സിലാക്കി വായിക്കുമ്പോൾ അവിടെ കൂടുതൽ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ വരുള്ളൂ. തസ്യ പ്ലസ് ഉഷ്ണിക് പ്ലസ് ആസീത് പ്ലസ് ലോമഭ്യോ. തസ്യോഷ്ണികാസീത് ലോമഭ്യോ. തസ്യ പ്ലസ് ഒന്നും കൂടി ഉഷ്ണിക്. അതുപോലെ ഉഷ്ണിക്ക് 28 അക്ഷരം. ഉഷ്ണിക്ക് പ്ലസ് ആസീത് ഉണ്ടായി. പ്ലസ് ലോമഭ്യോ. തസ്യോഷ്ണികാസീത് ലോമഭ്യോ. എപ്പോഴും ആസീൽ എന്ന് പറയരുത്.
ചിലരൊക്കത്ത് എന്നുള്ളതിന് ഇല്ലെന്ന് പറയുക തെറ്റാണ്. ആസീത്ത് നവനീരദാബാത്ത്, കൃതാന്തകൃത്ത്, കൃതാന്തകൃൽ എന്നല്ല, എല്ലില്ല, നമുക്കത്തിൽ എല്ലില്ല, ഒക്കത്ത് തന്നെ പറയണം. അതാണ് ശരിയായ ഉച്ചാരണം. അപ്പം തസ്യോ ഉഷ്ണിക ആസീത്ത്, ആസീത്ത്, അസീൽ എന്നല്ല, ആസീത്ത്. തസ്യ പ്ലസ് ഉഷ്ണിക പ്ലസ് ആസീത് പ്ലസ് ലോമഭ്യോ, തസ്യോ ഉഷ്ണികാസീത് ലോമഭ്യോ. ഗായത്രി ച ത്വജോ വിഭോ, ഹേ വിഭോ ഗായത്രി, അതുണ്ടായി. ത്രിഷ്ടുപ്പ്, ത്രക്ഷര 44 അക്ഷരം, അതാണ് ത്രിഷ്ടുപ്പ്. മാംസത്തിൽ നിന്ന് ത്രിഷ്ടുപ്പ് ഉണ്ടായി, അസ്ഥിയിൽ നിന്ന് ജഗതി ഉണ്ടായി. ജഗതി ശ്രീകുമാറല്ല കേട്ടോ, ജഗതി വൃത്തമാണ്. ഇങ്ങനെയുള്ള ഛന്ദസ്സാണ് ജഗതി. ജഗതി പ്ലസ് അസ്തിന, ജഗത്യസ്തിന. ഉച്ചരിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. നമുക്കത് ചില 3 അക്ഷരം കൂട്ടക്ഷരം വരും, 2 അല്ല. ഇവിടെ 3 അക്ഷരം സ ഥ ന. സ്ഥ എന്നുള്ളത് ചന്ദ്രക്കല ഇട്ട് കൊടുത്തിരിക്കുന്നു. സ്തിന. അത് പലരും സ്ഥാന്നും നാനും ഒക്കെ വായിക്കും, സ്ന എന്ന് വായിക്കും, പോരാ സ്തിന തന്നെ വായിക്കണം. സ്തിന. ത്രിഷ്ടക് മാംസാത് തതോ അനുഷ്ടുപ്പ്, ത്രിഷ്ടുപ്പ് മാംസാത് സ്നുതോ. സ്നുതോ എന്ന് പറഞ്ഞാൽ സ്നായു, സാരാംശം, ശരീരത്തിലത്തെ എന്താ പറയേണ്ടത്, സപ്തധാതുക്കൾ എന്നൊക്കെ പറയും. അതാണ് ഇവിടെ സ്നുത. സ്നുതോ അനുഷ്ടുപ്പ്, സുതോ അനുഷ്ടുപ്പ്, സുതോ പ്ലസ് അനുഷ്ടുപ്പ്, സുതോനുഷ്ടുപ്പ്, സുതോ സ്നുതോ എന്നാണ്, സുതയില്ല, സ്നുതോ അനുഷ്ടുപ്പ്. ജഗതി പ്ലസ് അസ്തിനഹ, അസ്ത് എന്നൊരു കൂട്ടക്ഷരം, ന വേറൊരു കൂട്ടക്ഷരം. അസ്ത് എന്നുള്ള കൂട്ടക്ഷരത്തിൽ കൂടെ ന ചേർന്ന സ്തിന, ജഗസ്തിന പറഞ്ഞ് തന്നെ പഠിക്കണം. ത്രിഷ്ടക് മാംസാ സ്നുതോ അനുഷ്ടുപ് ജഗത്യസ്തിന പ്രജാപതി, തസ്യോഷ്ണികാസീത് ലോമഭ്യോ ഗായത്രി ച ത്വചോ വിഭോ. ത്രിഷ്ടക് മാംസാ സ്നുതോ അനുഷ്ടുപ്, അനുഷ്ടുപ് സ്നുതോ അനുഷ്ടുപ് ജഗത്യസ്തിന, അസ്തിന പ്രജാപതി. മജ്ജായ പങ്ക്തിരുത്പന്ന പൃഗതി പ്രാണതോ ഭവൽ പർശത്തർഥ്യാഭവ ജീവം സ്വരോ ദേഹ ഉദാഹൃത. മജ്ജയിൽ നിന്ന്, മജ്ജായ പങ്ക്തി, പങ്ക്തി എന്നു പേരായ ഛന്ദസ് പങ്ക്തി. അതേപോലെ ഉഷ്ണിക്ക് ഗായത്രി ത്രിഷ്ടുപ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നാണ് ഇവിടെ പങ്ക്തി. ഉദ്ഭവിച്ചു, 40 അക്ഷരമാണ് പങ്ക്തിയിൽ ഉണ്ടാവുക എന്നാണ്. പ്രാണത, പ്രാണങ്ങളിൽ നിന്ന് ബൃഹതി ഉണ്ടായി. ബൃഹതി കകാരം മുതൽ മകാരം വരെയുള്ള 5 വർഗത്തിനടങ്ങിയതാണ് പറയുക. ബൃഹതി പ്രാണതോ പോലെ, അത് പ്രാണനിൽ നിന്നാണ് ബൃഹതി ഉണ്ടായത്. പർശത്തസ്യാഭവ ജീവം, പർശം എന്ന് പറയുന്നതായ 25 അക്ഷരം, അതിന് സ്പർശം, തകാരം സ്പർശത്തിൽ നിന്നുണ്ടായതാണ്. സ്പർശത്തസ്യാഭവ ജീവൻ സ്വരോ ദേഹ ഉദാഹൃത, ദേഹത്തിൽ നിന്ന് സ്വരവും ഉണ്ടായി. അക്ഷരങ്ങളെ, സ്വരങ്ങളെ, വ്യഞ്ജനങ്ങൾ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. സ്പർശാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ വേറെയാണ്. 25 അക്ഷരമാലയിൽ എന്നാണ് പറയുക. നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടത്. ദന്തന്നേക്ക നാവ് കൊണ്ട് വെച്ച് വേറെയുണ്ട്. നാവ് കൂടാതെ ഉച്ചരിക്കാൻ പറ്റാത്ത അക്ഷരങ്ങളെ 25 സ്പർശാക്ഷരങ്ങൾ. ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ഗ്രാമർ പഠിച്ചവർക്ക് അറിയുള്ളൂ. മലയാളം ഗ്രാമറും സംസ്കൃത ഗ്രാമറും ഏകദേശം ഒന്നാണല്ലോ അങ്ങനെ വരിക. വ്യക്തമായിട്ടിപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും 25 അക്ഷരമാണ് സ്പർശാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. മിക്കവാറും അത് വ്യഞ്ജനം തന്നെ ആവണം. കാരണം 25 എന്ന് പറയുമ്പോഴേ കച്ചാട്ടത്തപ്പയിലത്തെ 5 കൂട്ടിയാൽ 25 അല്ലേ. കച്ചാട്ടത്തപ്പ അങ്ങനെ 5 ഉണ്ട്. അപ്പോൾ 25 അതാവണം സ്പർശാക്ഷരങ്ങളെ പൊതുവെ പറയാറുള്ളത്. 25 അക്ഷരമൊക്കെ സ്പർശം എന്ന് പറയുന്നു.
പിന്നെ ആ ആ ഈ എന്നീ സ്വരാക്ഷരങ്ങളും പറയുന്നു. അത് എവിടെ നിന്നുണ്ടായി? സ്പർശം എന്ന് പറയപ്പെടുന്നതായത് 5 വർഗങ്ങളടങ്ങിയത് ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത്. ഊഷ്മാണമിന്ദ്രിയാണ്യാകുരന്തസ്ഥ ബലമാത്മന സ്വരാതത്വവികാരേണ ഭവന്തിത്മ പ്രജാപതേ. ഊഷ്മാവ് എന്ന് പറയുന്ന അക്ഷരങ്ങളെ, ചിലതൊക്കെ ഊഷ്മാവ് എന്നാണ് പറയുന്നത്. ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉണ്ടായി. അന്തസ്ഥ, അന്തസ്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങളെ, അത് മുഴുവനും പുറത്തേക്ക് വരാത്ത ചിലതൊക്കെ അന്തസ്തരങ്ങളാണ്. ആത്മനി, ആത്മാവിൽ നിന്നുണ്ടായി. ബലം, ആഹു, ബലം എന്ന് പറയുന്നു. പ്രജാപതി, ബ്രഹ്മാവിൻ്റെ കളി കൊണ്ട് സപ്തസ്വരങ്ങളും ഉണ്ടായി. ലീലയിൽ നിന്നാണ് ഉണ്ടായത്. ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ശ ഷ സ ഹ എന്നീ അക്ഷരങ്ങൾ ഉണ്ടായത് എന്നാണ്. ശശസഹ. അന്തസ്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങൾ ബലമാഹു, ബലമെന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ ലീലകൾ നിന്ന് സപ്തസ്വരങ്ങളും ഉണ്ടായി. ഇന്ദ്രിയങ്ങളിൽ നിന്ന് ശ ഷ സ ഹ, ഊഷ്മാണം, ശ ഷ സ ഹ എന്നീ 4 അക്ഷരങ്ങളെ ഊഷ്മാണം എന്നാണ് പറയുന്നത്. അപ്പം അത് ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടായി. ബലത്തിൽ നിന്ന് യരലവ എന്ന അക്ഷരങ്ങളുണ്ടായി. അന്തസ്ഥ ബലമാത്മന, ബലത്തിൽ നിന്ന് യരലവകൾ ഉണ്ടായി. അപ്പം യരലവകൾ അന്തത്തിൽ നിന്ന്, ശശതകൾ ഇന്ദ്രിയങ്ങളിൽ നിന്നും, ലീലകളിൽ നിന്ന് സരിഗമ എന്നീ 7 സ്വരങ്ങളും ഉണ്ടായി. സ്വരങ്ങളും ശബ്ദങ്ങളും അക്ഷരങ്ങളുമാണ് പൊതുവേ സൃഷ്ടി ഇവിടെ പറഞ്ഞത്. ശബ്ദ ബ്രഹ്മാത്മന തത്യവ്യക്ത അവ്യക്ത മനപര ബ്രഹ്മാവഭാതിവിതോ നാനാശക്തി ബബ്രംഹിത. വ്യക്താവ്യക്താത്മന, വ്യക്തമായും അവ്യക്തമായും കൂടിയ അദ്ദേഹത്തിൻ്റെ ശബ്ദബ്രഹ്മാത്മന, ശബ്ദബ്രഹ്മരൂപമായ ആത്മാവിൽ നിന്ന്, ബ്രഹ്മാവിൻ്റെ ആത്മാവിൽ നിന്ന് നാനാശക്തി ഉപബൃംഹിത, നാനാവിധ ശക്തികളാൽ മഹാനായും വിലക്ഷണനായും ഇരിക്കുന്ന ബ്രഹ്മസ്വരൂപൻ സർവവ്യാപിയായിട്ട് പ്രകാശിക്കുന്നു. ശബ്ദബ്രഹ്മസ്വരൂപമായ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആണ് വ്യക്തവും അവ്യക്തവും പുറത്തേക്ക് പറയപ്പെടുന്ന വിവിധ ശബ്ദങ്ങൾ ഉണ്ടായത്. ബ്രഹ്മാവഭാതി വിധതോ നാനാ ശക്തി ഉപബൃംഹിത. ശബ്ദം പുറപ്പെടുന്നത് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ പേരാണ്. വൈഖരി എന്ന് പറയുന്നത് മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നത് വൈഖരി. അങ്ങനെ പലതും ഉണ്ട്. അനാഹതത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ഓരോ പുറപ്പെടുന്നതിനനുസരിച്ചിട്ട് ശബ്ദത്തിൻ്റെ പേര് വ്യത്യാസപ്പെട്ടിട്ടാണ് പറയുക. അതും ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായി. തതോ പരാമുപാദായ സ്വസർഗായ മനോദതേ. അനന്തരം തൃട്ടിപ്പാനായിക്കൊണ്ട് ചിന്തിച്ചു, ഇനിയിപ്പോൾ എന്താ വേണ്ട, ഇനിയിപ്പോൾ എന്ത് തൃട്ടിക്കണം? ചിന്തയിലാണ്ടപ്പോൾ എന്തുണ്ടായി? ഋഷീണാം ഭൂരിവീര്യാണാം അഭിസർഗം അവിസ്തൃതം ജ്ഞാത്വാ തത്ഹൃദയേ ഭൂയ ചിന്തയാമാസ ഗൗരവ. അല്ലയോ വിതുര, പിന്നെ ഋഷീണാം സർഗം, ഋഷി സൃഷ്ടിയാണ് പിന്നീട് നടത്തിയത്. അധികരിക്കാത്തതിനെ അറിഞ്ഞിട്ട് അതിൽ കൂടെ തന്നെ സൃഷ്ടി വളരില്ല എന്ന് ചിന്തിച്ചു. ഋഷിമാർക്ക് വിവാഹം കഴിക്കില്ല, അവരിൽ നിന്ന് കുട്ടികളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ പരമ്പര എങ്ങനെയാണ് കൂട്ടുക എന്ന് ബ്രഹ്മാവ് ചിന്താകുലനായി. താൻ തന്നെ ഇതെല്ലാം സൃഷ്ടിക്കണം, സൃഷ്ടിച്ചതിൽ കൂടെ സൃഷ്ടി വളരണല്ലോ. അതാണ് വിസർഗം. സർഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി, വിസർഗം എന്ന് പറഞ്ഞാൽ അത് കൂടെയുള്ള വളർച്ച. അത് ഉണ്ടായാലല്ലേ തനിക്ക് കുറച്ച് വിശ്രമം ഉണ്ടാവുള്ളൂ. അതിനെന്താണ് മാർഗമെന്ന് ചിന്തിച്ചു. അഹോ അദ്ഭുതമേതന്മേ വ്യാവൃതസ്യാപി നിത്യത നേതന്തേ പ്രജാനൂനം ദേവമത്ര വിഘാതകം. അത്ഭുതം, ആശ്ചര്യം. അഹോ അത്ഭുതം, അത്ഭുതം ഉണ്ടായി. നിത്യത, എപ്പോഴും. വ്യാപൃതസ്യ, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക്. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാവുന്ന ആർക്കാരും തളർച്ചയും മടുപ്പും ഉണ്ടാവും. കുറേ കഴിയുമ്പോൾ ചിലത് മാറ്റണം, അവിടെ നിർത്താൻ ഉണ്ടാണ്ടിരിക്കുക, കുറച്ച് വിശ്രമം വേണം, വേണ്ടേ? ആർക്കാ വേണ്ടത്? മേ, എനിക്ക്, പ്രജകൾ, നഹി ഏതന്തേ, വർദ്ധിക്കുന്നില്ല.
ഞാനിങ്ങനെ പണിയെടുത്ത് തീർട്ടിക്കണു. നമ്മളൊരു വാക്ക് പറയാറുണ്ട്, ഒരാൾ തന്നെ പലതും ചെയ്യുമ്പോൾ ഈ 2 കൈ കൊണ്ട് തന്നെ വേണ്ടേ ഒക്കെ, മൂന്നാമത് കൈ ഉണ്ടാവുമോ? എൻ്റെ ഈ 2 കൈ കൊണ്ട് തന്നെ വേണം എന്ന് ചിലർ പറയും ഇല്ലേ? അതിവിടെ ബ്രഹ്മാവിനും തോന്നുകയാണ്. ഈ 2 കൈ കൊണ്ട് തന്നെ തിട്ടിച്ചിട്ടാവും ഒപ്പത്, കുറച്ച് വിശ്രമിക്കണ്ടേ? പ്രജ നഹി ഏതന്തേ, ഇപ്രകാരത്തിൽ കൂടെ പ്രജകൾ വർദ്ധിക്കണില്ല. താൻ ഉണ്ടാക്കിയത് അത്രേനേ ഉള്ളൂ, അത് പോരല്ലോ. അത്ര ദൈവം വിഘാതകം, ഇത് വലിയ പ്രശ്നമായില്ലോ. എന്താണ് അതിൽ കൂടെ തന്നെ വർദ്ധിക്കാൻ മാർഗം എന്ന് ബ്രഹ്മദേവൻ ചിന്തിച്ചു. ഏവം യുക്തകൃതത്വസ്യ ദൈവഞ്ചാവേക്ഷതസ്തത, ഈശ്വരനെയും ചിന്തിച്ചു. കസ്യ രൂപം അഭൂത് വേദ യത്കായം അഭിചക്ഷതേ. കായം എന്ന് പറയുന്ന ഒരു പേര് ശരീരത്തിന് വരാനുള്ള കാരണം പറയണം ഇവിടെ. കായം സാമ്പാറിൽ കൂട്ടലുണ്ട് കായല്ലേ, ഇതാ കായല്ല കേട്ടോ. യുക്തകൃത, യുക്തമായതിനെ പ്രവർത്തിക്കുന്നതിനും വേണ്ടത് ചെയ്യുന്നവൻ യുക്തകൃത. ദൈവം അദൃഷ്ടത്തെ അപേക്ഷത ആലോചിച്ചു. ഓരോ സമയത്ത് നമുക്ക് വിഷമം വന്നാൽ അതാത് ഉപാസനാമൂർത്തികളൊക്കെ ബന്ധം ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഏതാ ഉള്ളത് വെച്ചാൽ അത് പ്രശ്നപരിഹാരത്തിന് കാരണമാവുന്ന നമ്മളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണല്ലോ ഇപ്പോൾ നമ്മളൊക്കെ പോണത്. ഏതെങ്കിലും ചിലത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ തത്വം തെറ്റാണെന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കണു. അപ്പം അതേപോലെ ദൈവം എന്താണപ്പോൾ ഇക്കാര്യത്തിൽ വിചാരിക്കുന്നത് എന്ന് ചിന്തിച്ചു. ശാവേക്ഷതസ്തത കസ്യ രൂപം അഭൂത്വേദ, ആ ബ്രഹ്മാവിൻ്റെ ആകൃതി 2 ഭവിച്ചു. അതുകൊണ്ട് കായം. എങ്ങനെ സൃഷ്ടി സഫലമാകും? എപ്പോൾ സൃഷ്ടി ഇല്ലാണ്ടിരിക്കും, നശിക്കും വേണമല്ലോ. കസ്യ ബ്രഹ്മാവിൻ്റെ അയം ഇത് എന്ന കൊണ്ടാണ് കായം. ക എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാവ് എന്നർത്ഥമുണ്ട്. കാരണം കേശവൻ എന്ന് പറഞ്ഞാൽ 3 മൂർത്തിയുണ്ട് അത്ര ഇതിൽ. കസ്യ ബ്രഹ്മാവ്, ഈശൻ ശിവൻ, ബാക്കിയുള്ളത് വിഷ്ണുവിനും ചേരും. വാ. ഇപ്പം കേശവൻ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തി സങ്കല്പത്തിലുള്ളൊരു പേരാണ്. കേശവ, കേശിക, ഹരി. അപ്പം കസ്യ ബ്രഹ്മാവിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടായി, എങ്ങനെ സൃഷ്ടി ഉണ്ടാവും? അപ്പം അത് ദ്വേധാ യത് കായം അഭിചക്ഷ, 2 ശരീരം പിളർന്നു. തൻ്റെ ശരീരം 2 വിഭജിക്കപ്പെട്ടു. അതിന്ന് വേണം ഇനിയുള്ള സൃഷ്ടി ഉണ്ടാവാൻ. അതിലത്തെ ഒരെണ്ണം സ്ത്രീയും ഒരെണ്ണം പുരുഷനും ആയി. അപ്പം അത് കൂടെ പോലും സൃഷ്ടി വളരുക. താഭ്യാൻ രൂപവിഭാഗാഭ്യാം മിഥുനം സമപദ്ധ്യത, മിഥുനം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് അങ്ങനെ വരണതാണ് മിഥുനം. ദമ്പതികൾ മിഥുനം സമപദ്ധ്യത. എത്തുത്തത്ര പുമാൻ സോബുൻ മനുസ്വായംഭുവ സ്വരാട്ട്. സ്ത്രീയാണ് ശതരൂപ, പുരുഷനാണ് സ്വയംഭുവ മനു. എത്തുത്തത്ര പുമാൻ, പുമാൻ പുരുഷൻ, സോഭൂത് മനു പുരുഷനായിരിക്കുന്ന മനുവും ശതരൂപ ദേവി ആയിട്ടുള്ള സ്ത്രീയും ഉണ്ടായത്. അടുത്ത ശ്ലോക ത്രീ ആസീത് ശതരൂപാഖ്യ. ചേർത്ത് പറയുമ്പോൾ ആസീത് ശതരൂപാഖ്യ. സംസ്കൃതത്തിൽ ഈ ശകാരം ചേരുമ്പോൾ അത് ഛ ആയിട്ട് മാറും. യാസീത്ത് പ്ലസ് ഷ, തുകാരവും ശകാരവും ശകാരം കൂടുമ്പോൾ ഛ എന്നാവുകയാണ്. സത്യത്തിൽ ഛ ഇല്ല കേട്ടോ. ആസീത് പ്ലസ് ശത, അത് കൂടുമ്പോൾ ശതരൂപാഖ്യ. സ്ത്രീ യാസീത് ശതരൂപാഖ്യ. ശതരൂപാദേവി സ്ത്രീയും സ്വയംഭവനു പുരുഷനും. അപ്പം അതുകൂടെ ഇനിയുള്ള സൃഷ്ടി നടന്നോളും, തനിക്ക് വിശ്രമാവാം. മഹിഷ്യസ്യ മഹാത്മന, സ്ത്രീ കണ്ടു ഭാഗവതം പറഞ്ഞിരിക്കണം മഹാത്മന
മഹത്വമുള്ള സ്ത്രീ താത്തിയിട്ടില്ല. ഇപ്പോഴത്തെ വുമൺസ് ലിബറേഷൻകാരും വുമൺസ് ലിബൊന്നും അല്ല സ്ത്രീകളെ പൊന്തിച്ചിട്ടുള്ളൂ. ഇത് ഞങ്ങളാണ് സ്ത്രീകളുടെ ആൾക്കാരെന്ന് പറയാൻ ശ്രമിക്കുക. അവർ പാണ്ടേ സ്ത്രീകളെ ഉയർന്നിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. ഇതാണ് ഇവിടെ മഹിഷ്യസ്ത്യ മഹാത്മന, മഹത്വം ഉള്ളതായിരിക്കുന്ന സ്ത്രീ സ്വയംഭുമനുവിൻ്റെ പത്നിയായി. തഥാ മിഥുനധർമ്മേണ പ്രജാകേതാം ബഭൂവിരെ, അതിൽ കൂടെ സൃഷ്ടി വർദ്ധിച്ചു. ഇനി ബ്രഹ്മാവിന് കുറച്ച് വിശ്രമായി. സചാപിശതരൂപായാം പഞ്ചാപത്യാന്നജീജന പ്രിയവ്രതോത്ഥാനപാദോ തിസ്രകന്യാച്ച ഭാരത ആകൂതിർ ദേവകൂതിച്ച പ്രസൂതിരിതി വിശ്രുത. പ്രസൂതി പ്ലസ് ഇതി പ്രസൂതിരിതി. 5 മക്കളുണ്ടായി. അതിലത്തെ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. ആരൊക്കെയാ? പ്രിയവ്രത ഉത്ഥാനപാദോ, പ്രിയപ്രദൻ ഉത്ഥാനപാദൻ എന്നീ 2 പുത്രന്മാരും തിസ്ര കന്യാശ്ച, സ്ത്രീകളാവട്ടെ 3 ആകൂതി ദേവകൂതി പ്രസൂതി. ആദ്യത്തെ പെൺമക്കളാണ് ആകൂതി ദേവകൂതി പ്രസൂതി. ചതുർത്ഥ സ്കന്ധത്തിൽ അവരുടെ കഥയൊക്കെ പറയും. പ്രിയവ്രത ഉത്ഥാനപാദോ, പ്രിയപ്രദനും ഉത്ഥാനപാദം എന്നീ ആൺകുട്ടികളും ആകൂതിർ ദേവകൂതിച്ച പ്രസൂതിച്ച, ആകൂതി ദേവകൂതി പ്രസൂതി എന്നീ 3 പെൺമക്കളും ജനിച്ചു. 5 മക്കളാണ് ആദ്യം സ്വയംഭുവനും ശതരൂപാദേവിക്കുണ്ട്. അത് കൂടെയാണ് സൃഷ്ടി ഉണ്ടായത്. അവരെ ആർക്കൊക്കെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തു? ആകൂതിൻ രുചയെ പ്രാതാത്, ആകൂതി ആദ്യത്തെ കന്യക രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചത്. പ്രജാപതിയുടെ പേരാണ് രുചി. ഇപ്പം രുചി ഹോട്ടലും രുചി ഉണ്ടാവലൊക്കെ രുചി പ്രജാപതിയുടെ പേരാണ്. ആകൂതിൻ രുചയെ പ്രാതാത് കൊടുത്തു. കർദ്ദമായതു മധ്യമ ദേവഹൂതി, നടുവിലത്തെ ആളെന്നാണ് മധ്യമ. ആകൂതി പ്രസൂതിയുടെ നടുവിലാണല്ലോ ദേവഹൂതി. ആർക്ക് കൊടുത്തു? കർദ്ദമന് കൊടുത്തു. ദക്ഷായാധാർ പ്രസൂതിഞ്ച, ദക്ഷ പ്രജാപതി, ഒക്കെ പ്രജാപതിക്കാണ് കൊടുത്തത്. ദക്ഷായാം ആദാത് പ്രസൂതിഞ്ച, പ്രസൂതിയെ ദക്ഷന് വിവാഹം കഴിച്ചു കൊടുത്തു. യഥ ആപൂരിതം ജഗത്, അത് കൂടെ ഇന്നത്തെ ലോകം സൃഷ്ടി നടത്തി നിറയുകയും ചെയ്തു. ബ്രഹ്മാവിന് സമാധാനമായി. ഇതാണ് ബ്രഹ്മാവ് ആഗ്രഹിച്ചത്. ആകൂതിൻ രുചയെ പ്രാതാർ കർദ്ദമായതു മധ്യമ പ്രസൂതി ദേവഹൂതി. ദക്ഷായാധാർ പ്രസൂതിച്ച്, മധ്യമ എന്ന് പറഞ്ഞാൽ നടുവിലത്തെ കുട്ടി. ആരാ നടുവിലത്തെ? ദേവഹൂതി. ആകൂതി ദേവഹൂതി പ്രസൂതി. ദക്ഷായാധാർ പ്രസൂതിഞ്ചേത ആപൂരിതം ജഗത്, അങ്ങനെ ഈ ലോകം നിറയുകയും ചെയ്തു. അങ്ങനെ 12ാമത്തെ അധ്യായം കഴിഞ്ഞു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോതി ഇത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശുഭദിനാശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.